ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ബിഗ് ഡി ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് ഒരു കുക്കിംഗ് വീഡിയോയുമായിട്ടാണ്. ബട്ടർ കുക്കീസ് ആണ് ഞാൻ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം കുറച്ച് ബട്ടർ ഉണ്ടാക്കിയിരുന്നു. ആ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. കാണാത്തവരൊന്ന് കണ്ടു നോക്കുക. ഞാൻ ബട്ടർ ഉണ്ടാക്കിയത് തന്നെ കുക്കീസ് ഉണ്ടാക്കാൻ വേണ്ടിയാണ്. അപ്പൊ ഞാൻ അതിന്റെ വീഡിയോയും കൂടി ഒന്ന് അപ്ലോഡ് ചെയ്തതേ ഉള്ളൂ. അപ്പൊ നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യം തന്നെ ഒരു ജാർ എടുക്കുക. ജാർ എടുക്കുമ്പോൾ നല്ലപോലെ ഉണങ്ങിയ ജാർ എടുക്കണം. അതിനകത്തേക്ക് പഞ്ചസാര, ഞാൻ ഈ ഒരു ഗ്ലാസ്സിന് പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്. പഞ്ചസാര നല്ലപോലെ ഒന്ന് പൊടിച്ചെടുക്കാം. പഞ്ചസാര പൊടിക്കുന്നതിനകത്ത് ഞാൻ 4 ഏലക്കായും കൂടി ഇട്ടിട്ടുണ്ട്. എൻ്റെ കയ്യിൽ വാനില എസൻസ് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഏലക്കായ എടുത്തിരിക്കുന്നത്. വാനില എസൻസ് ഉള്ളവർ അത് യൂസ് ചെയ്യാം. അപ്പോൾ നല്ലപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. പൊടിച്ചെടുത്ത പഞ്ചസാര ഒരു ബൗളിലേക്ക് ഇടാം. അതിനുശേഷം നമ്മൾ ഉണ്ടാക്കി വച്ചിരിക്കുന്ന ബട്ടർ, ഞാനൊരു 60-70 ഗ്രാം ബട്ടറോളം ഇവിടെ എടുക്കുന്നുണ്ട്. അതും പഞ്ചസാരയും കൂടി ഇട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നല്ല സ്മൂത്തായിട്ട് കിട്ടണം. നല്ലപോലെ സ്പൂണ് കൊണ്ടോ ഫോർക്ക് കൊണ്ടോ നല്ലപോലെ മിക്സ് ചെയ്താൽ മതി. ഇപ്പോൾ നമ്മുടെ പഞ്ചസാരയും ബട്ടറും നല്ല ക്രീമി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അതിനകത്തേക്ക് നമുക്ക് മൈദ ചേർക്കാം. ഓരോന്നോരോന്നായിട്ട് വച്ചു കൊടുക്കുക. ഇങ്ങനത്തെ പാനില്ലാത്തവർക്ക് ഇത് വീട്ടിൽ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. നമ്മുടെ ദോശക്കല്ലില്ലേ, ഇരുമ്പിൻ്റെ ദോശക്കല്ലുണ്ടെങ്കിൽ ഇത് നല്ലപോലെ ചെയ്തെടുക്കാം. അതിനുശേഷം ഒന്ന് 10 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കുക. പാനിൽ കുക്കീസ് അടുക്കി വയ്ക്കുമ്പോൾ കുറച്ച് ഗ്യാപ്പിട്ട് വേണം ഒന്ന് അടുക്കി വയ്ക്കാൻ. അല്ലെങ്കിൽ അത് കുക്കായി വരാൻ നേരത്ത് ഒന്ന് വീർത്ത് വരും. ആ സമയത്ത് കുക്കീസ് കൂട്ടിമുട്ടും. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് കുക്കീസ് ഒന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ കുക്കീസ് നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്, നല്ലപോലെ വീർത്തിട്ടുണ്ട്. നമുക്കൊരു കോർക്കോ സ്പൂണോ ഉപയോഗിച്ചൊന്ന് കുത്തി നോക്കാം. കുത്തി നോക്കുമ്പോൾ കോർക്കിലും സ്പൂണിലും പറ്റി പിടിച്ചിട്ടില്ലെങ്കിൽ അത് നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇതേപോലെ തന്നെ ബാക്കിയിരിക്കുന്ന കുക്കീസും കൂടെ ഒന്ന് വേവിച്ചെടുത്തിട്ട് വരാം. ഇപ്പോൾ അത് നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. അത് കുഴപ്പമില്ല. അതൊന്ന് ആറിക്കഴിയുമ്പോൾ അത് നല്ല ബിസ്ക്കറ്റ് പോലെ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടിക്കോളും. ഇപ്പോൾ ഇവിടെ നമ്മുടെ കുക്കീസ് റെഡി ആയിട്ടുണ്ട്. ഞാനതൊന്ന് പൊട്ടിച്ച് കാണിച്ചു തരാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്.
എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.